ഷനായ തനേജ് തന്റെ പഠനം ഇന്ത്യയിൽ പൂർത്തീകരിച്ചതിനു ശേഷം പൈലറ്റ് ട്രെയിനിങ്ങിനായി അമേരിക്കയിലേക്ക് പോയി. പരിശീലനം പൂർത്തീകരിച്ചതിനു ശേഷം ഇന്ത്യയിലെ വലിയ ഒരു എയർലൈൻസ് കമ്പനിയിൽ പൈലറ്റായി ജോലി ആരംഭിച്ചു. ഒരു ദിവസം ഷനായയും അഭിനവ് എന്ന പേരുള്ള ഒരു യുവാവുമായി എയർപോർട്ടിൽ വെച്ച് കൂട്ടിമുട്ടി. അഭിനവ് ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. ഷനായയെ കണ്ടപ്പോൾ തന്നെ അഭിനവിന് ഇഷ്ടമായി. പക്ഷേ ഷനായ അയാളെ കൂടുതൽ ശ്രദ്ധിച്ചതേയില്ല. അപ്പോൾ അഭിനവ് താഴെ കിടക്കുന്ന ലേഡീസ് ഹാൻഡ്കർച്ചീഫ് ശ്രദ്ധിച്ചു. എക്സ്ക്യൂസ് മീ, ഇതാ താങ്കളുടെ ഹാങ്കി. ഓ താങ്ക്സ്. അപ്പോഴാണ് അഭിനവ് അവളുടെ യൂണിഫോം ശ്രദ്ധിച്ചത്. ഓ, നിങ്ങൾ പൈലറ്റ് ആണല്ലേ? അല്ല, എയർപോർട്ടിൽ പാനിപ്പൂരി കടയിട്ടിരിക്കുന്നു. അപ്പോ പാനിപൂരിയും നിങ്ങളെപ്പോലെ തന്നെ ആയിരിക്കുമല്ലോ, ക്രിസ്പിയായി. ഷടപ്പ്. ഷനായ അവിടെ നിന്നും പോയി. ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ പേരോ ഫോൺ നമ്പറോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകൂ. ഷഹാന മറുപടിയൊന്നും പറയാതെ അവിടെ നിന്നും നടന്നു നീങ്ങി. അപ്പോൾ രശ്മി എന്ന് പറയുന്ന പെൺകുട്ടി അവിടേക്ക് വന്നു. ഹേയ് ഹാൻസം, ഞാൻ അവളുടെ ഫ്രണ്ടാണ്. എനിക്ക് അവളുടെ പേരും ഫോൺ നമ്പറും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും. യെസ്, ഓഫ് കോഴ്സ്. പറയൂ. രശ്മി അവളുടെ ഫോൺ നമ്പറും പേരും അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇത് ഞാനാണ് നിങ്ങൾക്ക് തന്നതെന്ന് അവൾ ഒരിക്കലും അറിയാൻ പാടില്ല. ഡോണ്ട് വറി കൂട്ടുകാരി, അവളൊന്നും അറിയില്ല. പിന്നെ നമ്പർ തന്നതിന് നന്ദി. നിങ്ങളുടെ ഈ കരുതലിന് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. എന്റെ എല്ലാ അനുഗ്രഹങ്ങളും. ഇത് കേട്ട് രശ്മി ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. അഭിനവ് നമ്പർ വാങ്ങിച്ചതിന് ശേഷം അവിടെ നിന്നും പോയി. പിന്നീട് അടുത്ത ദിവസം ഷനായയ്ക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു. പിന്നീട് ഫോൺ കോൾ ചെയ്യുകയും ചെയ്തു. ഷനായ ആദ്യം വലിയ അടുപ്പം കാണിച്ചില്ല. എങ്കിലും പിന്നീട് അവർ തമ്മിൽ നല്ല സൗഹൃദം ഉടലെടുത്തു. ആ സൗഹൃദം പിന്നീട് പ്രണയത്തിലേക്കും അത് വിവാഹത്തിലേക്കും കലാശിച്ചു. അഭിനന്ദനെ വിവാഹം കഴിച്ച ഷനായ അമൃത്സറിലെ ഒരു ഗ്രാമത്തിലേക്ക് വന്നു. ഷനായയുടെ സ്വപ്നങ്ങൾ ആകാശത്തിൽ ചിറകേറി പറക്കുമ്പോൾ അഭിനന്ദന്റെ വീട്ടുകാർ അവർ വളരെ സാധാരണക്കാരായ മനുഷ്യരായിരുന്നു. നിന്റെ മരുമകൾ പ്ലെയിൻ പറത്തുമെന്നാണല്ലോ കേൾക്കുന്നത്. അതെ, എന്റെ മരുമകൾ പൈലറ്റാണ്. അറിയാമോ, ഇവിടെ പലര് സൈക്കിൾ ചവിട്ടി വന്നപ്പോൾ അവൾ വിമാനം പറത്തിയാണ് വന്നത്. അറിയാമോ, വിമാനം. മരുമകൾ പൈലറ്റ് ആയതിനാൽ ഗായത്രി ദേവിക്ക് വലിയ അഭിമാനമായിരുന്നു. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു. ഒരു ദിവസം, മോളെ, നമ്മുടെ അയൽവാസിയില്ലേ ആശ, അവൾ ഇന്നലെ പറയുകയാണ് പൈലറ്റ് മരുമോൾ വീട്ടിലുള്ളതുകൊണ്ട് വീട്ടിലെ എല്ലാവർക്കും വിമാനത്തിൽ കയറി യാത്ര ചെയ്യാമല്ലോ എന്ന്. ഞങ്ങൾ ആരും ഇതുവരെ വിമാനത്തിൽ കയറിയിട്ടില്ല. എന്റെ വളരെ കാലത്തെ ആഗ്രഹമാണ് മേലോട്ടൊന്നു പോകണമെന്ന്. ദൈവമേ, എന്തൊക്കെയായി പറയുന്നേ? വെള്ള വസ്ത്രത്തിൽ എന്നെ കാണാൻ എന്തൊരു വൃത്തികേടായിരിക്കും. ഛേ, മിണ്ടാതിരിക്കടി. എന്റെ സ്വപ്നം വിമാനത്തിൽ പറക്കുക എന്നതാണ്. അത്രയുള്ളൂ പപ്പാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ എല്ലാവരുടെയും ടിക്കറ്റ് ബുക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ലണ്ടനിൽ പോയി കറങ്ങിയിട്ട് വരാം. ഇത് കേട്ട് എല്ലാവർക്കും വലിയ സന്തോഷമായി. ചേച്ചി, ഞാൻ കുറച്ച് ഷോപ്പിംഗ് ചെയ്തിട്ട് വരാം. മോളെ, ഞാൻ എല്ലാവരോടും ഈ വിവരം പറഞ്ഞിട്ട് വരാം. ഞാൻ എന്റെ മുടിയെല്ലാം സെറ്റ് ചെയ്തിട്ട് വരാം. വിമാനത്തിൽ ചായയും ഡ്രിങ്ക്സും എല്ലാം നൽകാൻ നല്ല സുന്ദരിമാർ ഉണ്ടാകുമെന്നാ കേൾക്കുന്നത്. കുറച്ചു ദിവസം കഴിഞ്ഞ് ലണ്ടനിലേക്ക് പോകാനായി എല്ലാവരും ഒരുമിച്ച് എയർപോർട്ടിലേക്ക് യാത്ര തിരിച്ചു. അമ്മ, എനിക്ക് ജനലിനടുത്തുള്ള സീറ്റ് തന്നെ വേണം. സാർ, എന്റെ മകൾക്ക് ആ സീറ്റ് ഒന്ന് ഒഴിഞ്ഞു കൊടുക്കാമോ? അതായത് അവൾ ബസ്സിലിരുന്നാലും കുറച്ച് യാത്ര ചെയ്യുമ്പോൾ അവൾക്ക് മനം പുരട്ടി ഛർദ്ദിക്കാൻ തോന്നും. ഇവിടെ അങ്ങനെ തോന്നിയാലോ? ചിലപ്പോൾ അങ്ങയുടെ ദേഹത്ത് അവൾ ഛർദ്ദിക്കും. ഇതൊക്കെ എവിടെന്നാ വരുന്നത്? നിങ്ങളെയൊക്കെ ആരാ ഈ വിമാനത്തിൽ കയറ്റിയത്? കൂടുതൽ വർത്തമാനം പറഞ്ഞാൽ ഈ വിമാനം ലണ്ടന് പകരം പാകിസ്ഥാനിലേക്ക് പറപ്പിക്കും. എന്റെ ചേച്ചിയാ ഈ വിമാനത്തിന്റെ പൈലറ്റ്, അറിയാമോ? ഇത് കേട്ട് അയാൾ നിശബ്ദനായി. അയാൾ അവർക്ക് സീറ്റ് മാറിക്കൊടുക്കുന്നു. അല്പം കഴിഞ്ഞ്, നമ്മൾ വീട്ടിൽ നിന്നും ചപ്പാത്തിയും അച്ചാറും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെയെങ്കിലും നിർത്തിയാൽ ഒന്ന് കഴിക്കാമായിരുന്നു. പ്ലെയിൻ ഒരു സ്ഥലത്ത് നിർത്തുന്നില്ലല്ലോ ഇതുവരെ. ഒന്ന് നിൽക്കൂ, ഞാൻ മരുമോളോട് പ്ലെയിൻ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി നിർത്താൻ പറയാം. ഇതെന്താ ഈ ബഹളം? മോൾ ഇപ്പോൾ പ്ലെയിൻ പറത്തുകയല്ലേ? സമയമാകുമ്പോൾ അവൾ കൃത്യസ്ഥലത്ത് നിർത്തും. നമ്മുടെ ബസ്സൊക്കെ ഹോട്ടലുകൾക്ക് മുന്നിൽ ഡ്രൈവർമാർ നിർത്തുന്നത് പോലെ വയറ് ഗ്യാസ് കയറി തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് ക്ലിയർ ചെയ്തിട്ട് വരാം. ഏയ്, ചുവന്ന ഡ്രസ്സിട്ട ബദാമേ, ഒന്നിങ്ങ് വന്നേ. ഞാൻ അങ്ങയെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്? ഹെൽപ്പ് ഒന്നും ചെയ്യണ്ട. ഈ വെളിക്കിരിക്കുന്ന സ്ഥലം അത് എവിടെയാണ്? അതൊന്ന് പറഞ്ഞു തന്നാ മതി. എന്താണ്? എനിക്ക് മനസ്സിലായില്ല. ഈ ടോയ്ലറ്റ് എവിടെയാണെന്ന്. പ്ലീസ് കം സർ. അദ്ദേഹം ടോയ്ലറ്റിൽ പോയിട്ട് 1 മണിക്കൂറായും തിരിച്ചു വന്നില്ല. അപ്പോൾ പുറത്തൊരാൾ വാതിലിൽ തട്ടുന്നുണ്ടായിരുന്നു. ഇതാരാ ഇത്രയും നേരമായി അകത്ത് കയറിയിരിക്കുന്നത്? തുറന്ന് പുറത്തേക്ക് വരൂ. കുറച്ചു കഴിഞ്ഞ് ജഗദീഷ് വയറിൽ കൈയും വെച്ച് പുറത്തേക്ക് വരുന്നു. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ അമൃത്സറിലെ തുറന്ന വയലുകളിലിരുന്ന് പോകുന്ന സുഖം ഇത്രയും വലിയ വിമാനത്തിലെ ഈ കുടുസു മുറിയിലിരുന്നാ കിട്ടില്ല തന്നെ. അല്ല, നിങ്ങൾ രാവിലെ പ്രാതലിന് ഉരുളക്കിഴങ്ങ് പൊറോട്ട കഴിച്ചിട്ടാണോ വന്നത്? അതെ, അതെങ്ങനെ മനസ്സിലായി? എനിക്ക് മാത്രമല്ല, ഈ വിമാനത്തിലെ എല്ലാ പേർക്കും പിടികിട്ടിയിട്ടുണ്ട്. വേഗം അകത്ത് പോയിക്കോളൂ.
അതേസമയം ഗായത്രി പ്ലെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. മാഡം, ഇത് ബസ്സല്ല, പ്ലെയിനാണ്. അവിടെ അടങ്ങിയിരിക്കൂ. നീ മിണ്ടാതിരിക്കൂ. നീ ആരാണ് എന്നെ ശാസിക്കുന്നതിന്? ഞാൻ അമ്മായിയമ്മയാണ്. കുറച്ചുനേരം കഴിഞ്ഞ് അവർ കോക്പിറ്റിലേക്ക് എത്തുന്നു. അമ്മി, ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഞാൻ കോക്പിറ്റിലാണ്. ഇവിടെ വേറെ ആർക്കും കയറാൻ പാടില്ല. നിർത്ത്. ഞാൻ നിന്റെ അമ്മായിയമ്മയാണ്. അമ്മായിയമ്മമാർ കൊടുങ്കാറ്റിനെ പോലെയാണ്. ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയില്ല. ഇവിടെ നീ എന്ത് ചെയ്യുകയാണ്? എന്റെ കാലുകൾക്ക് വല്ലാത്ത കഴപ്പ് വരുന്നു. ആഹ് ആഹ് നീ നന്നായിട്ടൊന്ന് തിരുമ്മി തന്നെ തരേണ്ടി വരും. എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടും. ഞാൻ വിമാനം പറത്തുകയാണ്, അല്ലാതെ കസേര പൊളിക്കുകയല്ല. അമ്മ വേഗം തിരിച്ചുപോയേ. കൺട്രോൾ റൂമിലെങ്ങാനും ഇക്കാര്യം പറഞ്ഞാൽ എന്റെ ജോലി പോകും. ഷേടാ, ഈ എയർലൈൻസ് എന്തൊക്കെ നിയമങ്ങളാണ് വച്ചിരിക്കുന്നത്? മരുമോളുടെ അടുത്ത് കുറച്ചുനേരം ഒന്ന് സംസാരിക്കാൻ പോലും കഴിയില്ലെന്നോ? ശരി ശരി അമ്മ, ഞാൻ എയർ ഹോസ്റ്റസിനോട് പറയാം അമ്മയുടെ കാല് തിരുമ്മിത്തരാൻ. ഷനായ എയർ ഹോസ്റ്റസ് പ്രിയയോട് തന്റെ അമ്മായിയമ്മയുടെ കാലൊന്ന് തിരുമ്മി നൽകാൻ ആവശ്യപ്പെട്ടു. അയ്യേ, ഇതെന്താ ഇങ്ങനെ പതുക്കെ പതുക്കെ തടവുന്നത്? തീപ്പെട്ടി കോലു പോലെയല്ലേ ഇരിക്കുന്നത്. ഒന്നും കഴിക്കില്ല അല്ലേ? നിധിമോളെ, ആ പാൽപ്പേട ഇവൾക്ക് കഴിക്കാൻ എടുത്തു കൊടുക്ക്. നെയ്യ് കഴിക്കുകയാണെങ്കിൽ വണ്ണം വയ്ക്കും. വേണ്ട ആന്റി, ഞങ്ങൾക്ക് സ്ലിമ്മായി തന്നെ ഇരിക്കണം. അത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. അങ്ങനത്തെ ജോലി കത്തിച്ചു കളയേ. ശരി, അല്പശക്തിയായി എന്റെ കാലൊന്ന് തിരുമ്. ഈ കുട്ടിക്ക് അമ്മയുടെ മരുമകളാകുവാനുള്ള യോഗ്യത ഉണ്ടല്ലോ. കാലുകളൊക്കെ നന്നായി തിരുമുന്നുണ്ടല്ലോ അല്ലേ? കേട്ടോളൂ, ഇവൻ അങ്ങനെ ചെറിയ ആളൊന്നുമല്ല. അമൃത്സറിൽ ഇവന് ബനിയൻ ബിസിനസ്സാണുള്ളത്. ഈ കാർട്ടൂണാണ് ലോകത്തിലെ അവസാനത്തെ ആണെങ്കിലും ഞാൻ ഇവനെ കല്യാണം കഴിക്കില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ ഞാൻ ഈ വിമാനത്തിൽ നിന്നും ചാടിക്കളയും. പ്രിയ കുറച്ചുനേരം കാല് തടവിയ ശേഷം അവിടെ നിന്നും പോയി. രാഖി, ഞാനൊരു സത്യം പറയട്ടെ. ഇവർ ഷനായ മാഡത്തിന്റെ ഭർത്താവിന്റെ വീട്ടുകാരല്ലായിരുന്നെങ്കിൽ ഇവരെ പ്ലെയിനിൽ നിന്ന് ഇറക്കി വിട്ടേനെ. ഭ്രാന്ത് പിടിപ്പിക്കുകയാണ്. വിട്ടുകള പ്രിയ. പെട്ടെന്ന് പുറത്ത് അന്തരീക്ഷം കലുഷിതമാകുന്നു. പ്ലെയിൻ ആടിയുലയാൻ തുടങ്ങി. ഗായത്രി ആകപ്പാടെ പേടിച്ചരണ്ടു. എന്നിട്ട് പേടിച്ച് കോക്പിറ്റിലേക്ക് നടന്നു. ഞാനിപ്പ ചാകുവേ. മോളെ രക്ഷിക്ക്. നീ എങ്ങനെയാ പ്ലെയിൻ പറത്തുന്നത്? അമ്മേ, നോക്ക്, കാലാവസ്ഥ ആകെ പ്രശ്നമാണ്. എന്നെ ശല്യപ്പെടുത്താതെ. എനിക്ക് പ്ലെയിൻ ഓടിക്കാൻ ശ്രദ്ധ വേണം. എനിക്കിനി എത്ര കാലം ജീവിക്കേണ്ടതാണ്? എന്റെ ചെറുമകളുടെ മുഖം പോലും ഞാൻ കണ്ടിട്ടില്ല. എന്നെ രക്ഷിക്കൂ മോളെ. കാലാവസ്ഥ കലുഷിതമായതിനാൽ എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി. ഹലോ കൺട്രോൾ റൂം, വി നീഡ് ആൻ എമർജൻസി ലാൻഡിംഗ്. നമുക്ക് എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായി എന്ന് തോന്നുന്നു. പ്ലീസ്, എമർജൻസി. കൺട്രോൾ റൂമിൽ നിന്നും പെർമിഷൻ കിട്ടിയ ശേഷം ഷനായ വിമാനം അടുത്തുള്ള എയർപോർട്ടിൽ ലാൻഡ് ചെയ്യിച്ചു. ഷനായ അതിവിദഗ്ധമായി പ്ലെയിനിനെ കൺട്രോളിലാക്കിയിരുന്നു. ഇപ്പോൾ നമ്മളെല്ലാം സേഫാണ്. നമ്മൾ സുരക്ഷിതമായി ലാൻഡ് ചെയ്തിരിക്കുന്നു. ഇത് കേട്ട എല്ലാ യാത്രക്കാർക്കും വളരെ സന്തോഷമായി. അതുകൂടാതെ ഗായത്രിക്ക് മനസ്സിലായി, പൈലറ്റിന് സ്വന്തം ജീവനും മറ്റ് യാത്രക്കാരുടെ ജീവനും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ടെന്ന കാര്യം. എന്നോട് ക്ഷമിക്കൂ മോളെ. ശരിക്കും എന്റെ മരുമകൾ ഒരു ധീരയാണ്. കുറച്ചു കഴിഞ്ഞ് ടെക്നിക്കൽ പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷം ഫ്ലൈറ്റ് പിന്നെയും പറന്നുയർന്നു. മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്ക് ശേഷം അവർ ലണ്ടനിൽ എത്തിച്ചേരുന്നു. അവിടെ അവർ ഒരു ഹോട്ടലിൽ റൂം എടുക്കുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം തന്റെ ഒരു അത്യാവശ്യ മീറ്റിംഗ് കഴിഞ്ഞ് അഭിനവും ലണ്ടനിലേക്ക് പറന്നെത്തി. എല്ലാവരും ലണ്ടൻ മുഴുവനും കണ്ടു രസിച്ചു. രാംപൂർ ഗ്രാമത്തിലെ ജഗന്നാഥ് മാളിക എല്ലായിടത്തും പ്രസിദ്ധമായിരുന്നു. കാരണം അവരുടെ കുടുംബം ആ ഗ്രാമത്തിൽ തന്നെയായിരുന്നു. ഒരിക്കൽ ഒരു ഇംഗ്ലീഷുകാരൻ ഗ്രാമത്തിലേക്ക് വന്നു. അവൻ ഗ്രാമം സൂക്ഷിച്ചു നോക്കി. അപ്പോൾ ഗ്രാമത്തിൽ താമസിക്കുന്ന കജോദർ അമ്മാവൻ അയാളെ തടഞ്ഞു. നോക്കൂ, ഇംഗ്ലീഷുകാരൻ നമ്മുടെ ഗ്രാമത്തിൽ വന്നിരിക്കുന്നു. ചേട്ടാ, ഇംഗ്ലീഷുകാരൻ വന്നിരിക്കുന്നു. ഹേ അമ്മാവ, അധികം അലറണ്ട. ഈ പ്രായത്തിൽ ഇങ്ങനെ അലറിക്കഴിഞ്ഞാൽ തട്ടിപ്പോകും. തനിക്ക് മലയാളം അറിയുമോ? ഞാൻ പല സ്ഥലങ്ങളിൽ പോയി ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട്. പിന്നെ ഭാരതം എനിക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ മലയാളവും പഠിച്ചു. ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഗ്രാമത്തിലൊരു കുടുംബമുണ്ടെന്ന്. അത് ഒരു ഗ്രാമം പോലെയാണെന്നും. ജഗന്നാഥ മാളികയെക്കുറിച്ചാണോ താങ്കൾ കേട്ടിട്ടുള്ളത്? ആഹാ, ഓർമ്മ വന്നു. ജഗന്നാഥ് മാളികയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എന്താ, നിങ്ങൾ എന്നെ അവിടെ കൊണ്ട് വിടാമോ? ഞാൻ നിങ്ങളെ മാളികയുടെ മുൻപിൽ കൊണ്ടുപോയി വിടാം. അകത്തേക്ക് കയറിയാൽ എനിക്ക് ഗ്യാരണ്ടി ഇല്ല. കാരണം അവിടെ നിങ്ങൾക്ക് എന്തും സംഭവിക്കാം. ഇത് കേട്ടപ്പോൾ ഇംഗ്ലീഷുകാരന്റെ മനസ്സിൽ പേടി തോന്നി. അമ്മാവ, അതെന്താ വല്ല പ്രേതഭവനവുമാണോ? നിങ്ങൾക്ക് ഇംഗ്ലീഷുകാർക്ക് എല്ലാ മാളികയും പ്രേതമാളികയാണോ? വാ, നിന്നെ കൊണ്ട് വിടാം. ബാക്കി നിനക്ക് തന്നെ മനസ്സിലായിക്കോളും. അവിടെ മറുവശത്തെ മാളികയ്ക്കുള്ളിൽ ഒരുപാട് മരുമക്കളുണ്ടായിരുന്നു. ജഗന്നാഥിന്റെയും 9 സഹോദരന്മാരുടെ ഭാര്യമാരെയും അവർക്ക് 10 മക്കളുമുണ്ട്. അവർക്കും ഓരോ ഭാര്യമാരുണ്ട്. അപ്പോൾ അവിടെ മൊത്തത്തിൽ 10 മരുമക്കളുണ്ട്. ജഗന്നാഥിന്റെ മൂത്ത മരുമകളുടെ പേര് സാവിത്രി എന്നാണ്. അവൾ റാണിയാണെന്നാണ് കരുതിയിരുന്നത്.
എന്നാൽ ആരും അവളെ അനുസരിക്കില്ല. മമത, രാഗിണി, സരളെ, നിങ്ങളോട് പറഞ്ഞതല്ലേ രാവിലെ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി വെക്കണമെന്ന്. നിങ്ങളെന്താ ഉണ്ടാക്കിയത്? നിങ്ങളെന്താ വലിയ റാണിയാണോ? നിങ്ങൾ 100 പേരും ഇങ്ങനെ ഒരുമിച്ച് നടക്കണ്ട. ഗ്രാമജനങ്ങൾ പേടിക്കും. ഭക്ഷണം ഉണ്ടാക്കില്ലേ ഇതുവരെ? ഞാൻ ഭക്ഷണമുണ്ടാക്കാൻ പോയതാ. എന്നാൽ ഇവരെന്നെ തടഞ്ഞു. മാളികയുടെ പുറകിൽ ഒരു വലിയ അടുക്കളപ്പുരയുണ്ടായിരുന്നു. ഒരു വീട് പോലെ തന്നെ. അവിടെ പോയി എല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണമുണ്ടാക്കാറ്. ഇതെല്ലാം വെളിയിൽ നിന്ന് ഇംഗ്ലീഷുകാരൻ കണ്ടു. അയാൾ മാളികയ്ക്കുള്ളിലേക്കും കയറി. ഹേ കിഷോറിലാൽ, ഈ വെള്ളക്കാരനെന്താ നമ്മുടെ ഗ്രാമത്തിലൊക്കെ? സഹോദര, നിങ്ങൾ ആരാണ്? ഞാൻ ലണ്ടനിൽ നിന്ന് വന്നതാ. നിങ്ങളുടെ ഗ്രാമത്തിലെ കജോദർ മാമൻ എന്നെ ഇവിടെ വിട്ടിട്ട് പോയതാണ്. നിങ്ങളുടെ മാളികയെക്കുറിച്ച് ഞാനൊരു ഡോക്യുമെന്ററി ഉണ്ടാക്കാൻ വന്നതാണ്. എനിക്കറിയണം എല്ലാ മരുമക്കളും എങ്ങനെ ഒരുമിച്ച് താമസിക്കുന്നുവെന്ന്. ഞങ്ങളുടെ നാട്ടിൽ 2 മരുമക്കളെ കാണോ ഒരുമിച്ച് താമസിക്കുകയില്ല. അതെന്താണെന്നറിയാമോ സായിപ്പേ? നിങ്ങളുടെ ഇംഗ്ലീഷൊക്കെ ശരിയാണ്, എന്നാൽ ബന്ധങ്ങൾ മോശമാണ്. ഞങ്ങളുടെ ഇംഗ്ലീഷ് മോശമാണ്, എന്നാൽ ബന്ധങ്ങൾ നല്ലതാണ്. ഓ വാവ്, എന്ത് മഹത്തായ വാക്കുകളാണത്. ഞാൻ ഒന്ന് നോട്ട് ചെയ്യട്ടെ. മക്കളെ, ഇയാൾ നമ്മുടെ അതിഥിയാണ്. താമസിക്കാനുള്ള സൗകര്യം ചെയ്യൂ. ശരിയച്ചാ, ശരിയച്ചാ. മുഴുവൻ 100 മക്കളും ഒരുമിച്ച് സംസാരിക്കുന്ന ശബ്ദം കേട്ട് ആ ഇംഗ്ലീഷുകാരൻ അവിടെ വീണു. നിങ്ങളോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഒരുമിച്ച് പറയരുതെന്ന്? മക്കൾ അയാളുടെ മുഖത്ത് വെള്ളം തളിച്ച് എഴുന്നേൽപ്പിച്ചു. പിന്നെ മുറിയിൽ കൊണ്ടുപോയി. അയാൾക്ക് ബോധം വന്നപ്പോൾ കണ്ടു അയാളുടെ അടുത്ത് 100 ആൾക്കാർ നിൽക്കുന്നു. നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കാണുമ്പോൾ ഒരു കുടുംബമാണെന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ഒരു നഗരത്തിന്റെ ഇടയിൽ കയറി നിൽക്കുന്നത് പോലെയാ. ഇതാണ് ഞങ്ങളുടെ ഭാരത സംസ്കാരം. നീ കേട്ടിട്ടുണ്ടോ വസുദേവ കുടുംബകമെന്ന്? അതിന്റെ അർത്ഥം ഈ മണ്ണും സൗരയുധവും പിന്നെ കണ്ണിൽ കാണാൻ പറ്റുന്നത് പിന്നെ കാണാൻ പറ്റാത്തത് എല്ലാം നമ്മുടെ കുടുംബമാണ്. നമ്മളെല്ലാം ഒന്നാണ്. അവരോട് കുറെ നേരം സംസാരിച്ചതിനു ശേഷം ഇംഗ്ലീഷുകാരൻ പറഞ്ഞു, എനിക്ക് ഭക്ഷണത്തിന്റെ നല്ല മണമെടുക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ അടുക്കളയിൽ പോയി അവിടെ വീഡിയോ റെക്കോർഡ് ചെയ്തോട്ടെ? എന്തുകൊണ്ടില്ല. ഇവിടുന്ന് നേരെ പോകൂ. എന്നിട്ട് വലത്തോട്ട്, പിന്നെയും വലത്തോട്ട്, പിന്നെയും വലത്തോട്ട്, പിന്നെ നേരെ പൊക്കോ. ഞങ്ങൾ പാടത്തിലേക്ക് പോകുക. അല്ലെങ്കിൽ കൂടെ വരാമായിരുന്നു. കുഴപ്പമൊന്നുമില്ല, ഞാൻ പോയിക്കോളാം. എല്ലാവരും പാടത്തേക്ക് പോയപ്പോൾ ഇംഗ്ലീഷുകാരൻ എങ്ങനെയോ അടുക്കളയിലെത്തി. നോക്കിയപ്പോൾ സാവിത്രി ഒരു കസേരയിലിരുന്ന് എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. അയാളും അപ്പോൾ വീഡിയോ റെക്കോർഡിംഗ് എടുത്തു. സരളെ, നീ മനഃപൂർവ്വം പച്ചക്കറി പതുക്കെ കട്ട് ചെയ്യുന്നതല്ലേ? നീ മടിച്ചിയായി. ആണോ? ഞാൻ പതുക്കെ അരിയുന്നു. അപ്പൊ നിങ്ങളോ? മമത ചേച്ചി, നാടകം കളിക്കുന്നത് നിർത്ത്. ഇന്ന് നിന്റെ ജോലിയാ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കാൻ. കുറച്ച് മുളകുപൊടിയും എണ്ണയുമെങ്കിലും വാരിയിട്, എന്നാലെങ്കിലും ബോധം വരട്ടെ. നീ എന്താ പറഞ്ഞത്? എനിക്ക് ബോധം വരട്ടെ എന്നോ? നിനക്ക് ഞാൻ കാണിച്ചു തരാം. നോക്ക്, ഈ 20 പേരും നമ്മളെക്കുറിച്ച് ദിവസവും കുറ്റം പറയുന്നുണ്ട്. ഇന്നിവരെ ഒരു പാഠം പഠിപ്പിക്കണം. ഓ മൈ ഗോഡ്, ഇവിടെ ഒരു താണ്ഡവം നടക്കാൻ പോകുന്നു. ജഗന്നാഥൻ വളരെ അഭിമാനത്തോടെ പറഞ്ഞു അവന്റെ കുടുംബം ഒറ്റക്കെട്ടാണെന്ന്. പതുക്കെ പതുക്കെ സത്യമെല്ലാരും മനസ്സിലാക്കും. ഇംഗ്ലീഷുകാരൻ ഭിത്തിയുടെ പുറകിലിരുന്ന് വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നു. 2 ഗ്രൂപ്പിനും ഇടയിൽ അടിയുണ്ടാകാൻ തുടങ്ങി. എല്ലാവരും പരസ്പരം മുടി വലിച്ചു. അവർ തമ്മിൽ പച്ചക്കറി എടുത്തു മടിക്കാൻ തുടങ്ങി. ഓ വാവ്, എനിക്ക് നല്ല നല്ല വീഡിയോസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇൻസ്പിറേഷണൽ വീഡിയോ ഉണ്ടാക്കാനാണ് വന്നത്. പക്ഷേ ഇവിടെ മുഴുവനും കോമഡിയാ. കുഴപ്പമില്ല, കോമഡി വീഡിയോ അങ്ങ് എടുക്കാം. ഇവർ ഭാരതം മഹത്വമുള്ളതാണെന്നല്ലേ പറയുന്നത്. ഇന്നെല്ലാവരെയും ഞാൻ സത്യം അറിയിക്കും. ദൂരെ നിന്ന് നോക്കിയാൽ എല്ലാ നാടും മഹത്വമാണ്. അകത്ത് കയറി നോക്ക്, യഥാർത്ഥ സത്യം നമുക്ക് മനസ്സിലാക്കാം. നോക്ക്, പൂച്ചയും പട്ടിയും പോലെ വഴക്കുണ്ടാക്കുന്നു. എല്ലാവരും പരസ്പരം വീണ്ടും മുടി വലിച്ചടിക്കാൻ തുടങ്ങി. നിങ്ങൾ ദിവസവും ഈ നാടകം തന്നെയാണ് കളിക്കുന്നത്. അടിയും പിടിയും ഉണ്ടാക്കി കഴിക്കാനുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾ നശിപ്പിക്കുന്നു. ഇവരോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. എത്ര വർഷമായി പരസ്പരം നല്ലതുപോലെ സംസാരിച്ച് സ്നേഹത്തോടെ ഒരു കാര്യവും ചെയ്യില്ല. വാ പോകാം. ഞാൻ എന്റെ മരുമക്കളോടുള്ള വിശ്വാസം വിടുക. ഇവർ വഴക്കുണ്ടാക്കുന്നത് നിർത്തില്ല. അങ്ങനെ ദിവസങ്ങൾ പോയി. ആ മാളികയിൽ മറ്റെല്ലാം ഓക്കെയായിരുന്നു. എന്നാൽ പരസ്പരം മരുമക്കൾ അടിവെച്ചുകൊണ്ടേയിരുന്നു. ഇതെല്ലാം ഇംഗ്ലീഷുകാരൻ ക്യാമറയിലും റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇംഗ്ലീഷുകാരന്റെ കണ്ണിൽ ഭാരതം മഹത്വമുള്ളതായിരുന്നില്ല. ഇത് ജഗന്നാഥന് ഒരുപാട് വേദനയുണ്ടാക്കി. അനിയന്മാരെ, മക്കളെ, എന്റെ മരുമക്കൾ പണിയെല്ലാം എടുക്കുന്നുണ്ട്, എന്നാൽ വഴക്കും ഉണ്ടാക്കുന്നുണ്ട്. എന്നും അവർ തമ്മിൽ മുടി പിടിച്ച് വലിയ. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ മാളികയുടെ പേര് നഷ്ടമാകും. ആ വെള്ളക്കാരൻ നമ്മളെക്കുറിച്ച് എന്ത് കരുതും? നമുക്കിത് ശരിയാക്കിയേ പറ്റൂ. കാരണം ഇത് നമ്മുടെ കുടുംബത്തിന്റെ മാത്രം പ്രശ്നമല്ല, മുഴുവൻ ഭാരതത്തിന്റേതുമാണ്. അച്ഛൻ പറഞ്ഞത് ശരിയാ. എന്നാൽ 100 മരുമക്കളെയും ഒരുമിച്ച് എങ്ങനെ മനസ്സിലാക്കിപ്പിക്കും? നാളെ രാവിലെ എല്ലാവരും കുറച്ച് ദിവസത്തേക്കിന് നഗരത്തിൽ പോകൂ. ഞാൻ ഈ മാളികയിൽ തന്നെ ഇരിക്കട്ടെ. അടുത്ത ദിവസം ജഗന്നാഥനെ വിട്ട് മക്കളെല്ലാം നഗരത്തിലേക്ക് പോയി. പെട്ടെന്ന് ജഗന്നാഥന് ഹാർട്ട് അറ്റാക്കും വന്നു. എല്ലാ മരുമക്കളും അടുത്തു വന്നു. ഇംഗ്ലീഷുകാരൻ വീഡിയോയും റെക്കോർഡ് ചെയ്തു. മരുമക്കളെ, ഞാൻ രക്ഷപ്പെടില്ലെന്ന് തോന്നുന്നു. ഇല്ലച്ചാ, അങ്ങനെയൊന്നും പറ്റില്ല. മമതേ, സരളെ, വാ, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. മരുമക്കൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 10 ദിവസം അയാളുടെ ചികിത്സ നീണ്ടു നിന്നു. അതുവരെ മരുമക്കളെല്ലാം അവിടെ തന്നെ നിന്നു. ഇതെന്താണ്? ഇതുവരെ ഇവർ പട്ടിയും പൂച്ചയും പോലെ വഴക്കുണ്ടാക്കി. എന്നാൽ കഴിഞ്ഞ 10 ദിവസമായി എല്ലാവരും ഒരുമിച്ച് അമ്മാവനെ ചികിത്സിക്കുന്നു. ഇവരപ്പോൾ അത്രയും ദുഷ്ടരൊന്നുമല്ലേ?
10 ദിവസങ്ങൾ കഴിഞ്ഞ് ജഗന്നാഥൻ വീട്ടിലേക്ക് വന്നു. മക്കളും നഗരത്തിൽ നിന്നും വന്നു. മക്കളെ, എനിക്കൊന്നും പറ്റിയിരുന്നില്ല. ഞാൻ വെറുതെ നോക്കിയതാണ് പ്രശ്നം വരുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ഒരുമിക്കുന്നുണ്ടോ എന്ന്. അച്ഛാ, ഞങ്ങൾ വഴക്കുണ്ടാക്കുന്നത് സ്നേഹമുള്ളതുകൊണ്ടാ. ഞങ്ങൾ ആരെയും പരസ്പരം വിട്ടുകൊടുക്കില്ല. വാവ്, മനസ്സിലായി എനിക്ക് ഭാരതത്തിന്റെ സംസ്കാരം. എനിക്കിപ്പോഴാണ് മനസ്സിലായത്. വഴക്കിലും നിങ്ങൾ തമ്മിൽ സ്നേഹമുണ്ടെന്ന്. ഞാൻ പറയുന്നു, ഇങ്ങനെ സ്നേഹത്തോടുള്ള വഴക്ക് എല്ലാ ദേശങ്ങളിലും വേണം. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് ഇംഗ്ലീഷുകാരൻ ആ ഡോക്യുമെന്ററി സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു. അത് ലോകം മുഴുവനുള്ള ആളുകൾ കണ്ടു. ഇതാണ് ഭാരതത്തിന്റെ മഹത്വമെന്ന് പറയുന്നത്. ഇവിടെ എന്തോ പ്രത്യേകതയുണ്ട്. Thanks for watching.